ആ പായലിന്റെ അടിയിലൊക്കെ വൃത്തിയായിട്ട് നോക്ക്. കുറച്ചു അങ്ങോട്ട് അപ്പുറത്തെ വായി നോക്ക്. ഇവിടെ എന്തായി പിള്ളേ? ഒന്നും ആയിട്ടില്ല. അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രിയിൽ മുങ്ങിയതാണെങ്കിൽ പങ്കണ്ട സമയം കഴിഞ്ഞല്ലോ. അല്ല, ഇപ്പൊ അങ്ങനെ സമയം കഴിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു നിയമമൊന്നുമില്ലല്ലോ. തുലാവർഷം ഇടപ്പാതിയൊക്കെ തോന്നിയവരെ പേടസ്ഥിതിക്ക് ജഡത്തിന് മാത്രമായിട്ട് എന്തോന്നില്ല സാർ ഒരു അച്ചടക്കം. വലിയ നാറ്റമായിരിക്കും അല്ലേ? അയ്യോ, ഈ മീനുകളെല്ലാം കൂടി അതിന്റെ കണ്ണും മൂക്കൊക്കെ കൊത്തിപ്പറിച്ചു കഴിഞ്ഞാൽ പെറ്റ തള്ളയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെന്തോ അത് ചടങ്ങ്. ആരാണെന്ന് മനസ്സിലായില്ലേ? ആ ഒരു തങ്കപ്പനെന്നൊക്കെയാ പറയുന്നത്. ഇനി പൊങ്ങി കഴിയുമ്പോ അറിയാം. അവിടെ എന്താ പിള്ളേ? പിരിവോ? അതാ ഓടിയൻ ജനാർദ്ദനനാ. ഇവിടെ എന്തുണ്ടായാലും അവനുണ്ടെങ്കിൽ സാമൂഹ്യ സേവനം നടക്കും. ശരിയായ നടപടി അല്ലല്ലോ അത്. എന്താ അവിടെ കൂടിയിരിക്കുന്നത്? പോണം. എന്തായത്? സഹായനിധി. സഹായനിധി അല്ല, ചാകേണ്ടവൻ ചത്തു, അവന്റെ പാട് കഴിഞ്ഞു. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസിന്റെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ നാട്ടുകാർക്കാ പാട്. ഒന്നുമില്ലെങ്കിൽ ഇതിനെ മാന്യമായിട്ടൊന്ന് സംസ്കരിക്കണ്ടേ സാറേ? ഇത്രയും ബുദ്ധിമുട്ട് ഡെഡ് ബോഡി പുറത്തെടുക്കാൻ പോലീസിന് കഴിയുമെങ്കിൽ അതിനെ മാന്യമായിട്ട് എങ്ങനെ സംസ്കരിക്കണമെന്നും അറിയാം. പിന്നെ പിച്ചെടുക്കാനുള്ളതല്ല യൂണിയൻ. ഒന്നും കിട്ടിയില്ല സാർ, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ തുടങ്ങണ്ട. ഓടോ. ഇപ്പൊ ശവം പൊങ്ങി കഴിഞ്ഞാ പിന്നെ ഓടാ. പിന്നെ ഒരുത്ത ചത്ത് കിട്ടിയില്ല, അതിനു മുമ്പ് പിരിവ് തുടങ്ങി. എങ്ങനെ ഈ ഡെഡ് ബോഡി ഒന്ന് കൈകാര്യം ചെയ്യാം? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് ദേഷ്യം തോന്നരുത്. നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നതാ അതിന്റെ ബുദ്ധി. ഇത് ഇവിടെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. അതിന്റെ കൂട്ടത്തിൽ അവനും കൊഴി പൊക്കോളും. പിന്നെ ആ കുറ്റി കടന്നാ അത് മത്തായി സാറിന്റെ സെക്ഷനാ, അങ്ങയുടെ തലയിലായിക്കോളും. പിന്നെ പൊങ്ങിക്കഴിഞ്ഞാലേ ഇവന്റെ കളർ എന്തെന്ന് പറയാനൊക്കെ. പച്ചയാണോ നീലയാണോ ചുവപ്പാണോ അതുവരെ ഒരു രാഷ്ട്രീയമില്ല. ചത്ത് കഴിയുമ്പോ ജഡത്തിന് വരെ രാഷ്ട്രീയം വരും. മെനക്കേടായി. രാമു, മമ്മി എന്തിയ മോളെ? മമ്മിയെ ചായ കൊണ്ട് തരാൻ പറഞ്ഞേ. മോളിന്ന് മമ്മിയോട് പറ, കോടതിയിൽ നിന്ന് തോമാച്ചൻ വന്നിരിക്കുന്നത്. വന്നു അറിഞ്ഞോണ്ട് തന്നെയാ ചായ ഉണ്ടാക്കി കൊടുത്തയച്ചത്. അല്ല, ചായ തന്നെത്താൻ ഉണ്ടാവുമോ? ഓഹോ, തുടങ്ങിയല്ലോ ലാത്തി. പിന്നെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? വനിതാ പോലീസ് വന്ന് ഇരിപ്പുണ്ട്. എന്താ കാര്യം? ഇൻസ്പെക്ടർമാർ ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞ ദിവസമാ. എവിടെയോ പോകാൻ സാരി ഉടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. ഇതുവരെ കാണാത്തതുകൊണ്ട് മുഖവും മുറിപ്പിച്ച് ഇവിടെ വന്നിരിപ്പുണ്ട്. ഓഹോ, ഇപ്പൊ തന്നെ വിളിക്കാം. വരണം. എങ്ങനെയുണ്ട് പിള്ളേച്ച ക്രമസമാധാനമൊക്കെ? ഒന്നും പറയണ്ട, ഒരു നശിച്ച ദിവസമായിരുന്നു. എന്ത് പറ്റി? ആക്കുളം കായലിലെങ്ങാണ്ട് ഏതോ ഒരുത്തിന് ഇന്നലെ മുങ്ങിച്ചെത്തു. ചാവുന്നതിന് എളുപ്പമാണല്ലോ, പോലീസിനല്ലേ പാട്. പിന്നെ അതിനെ പൊക്കി എടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി. എന്തൊരു നാറ്റമാണെന്ന്. അയ്യോ, ഞാനിന്ന് നേരത്തെ വരാമെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നത്. ശരിയാക്കിക്കളെ. ഏതായാലും ഈ തൊപ്പി ഇവിടെ ഇരിക്കട്ടെ. അതെന്നാത്തിന്? ഈ തൊപ്പിയും വെച്ചുകൊണ്ട് തല താഴ്ത്തുന്നൊരു പരിധിയില്ലേ തോമച്ച? ചെല്ലിയല്ലേ. വരണം. എന്തായി പിള്ളേച്ച? നേരത്തെ പോസ്റ്റ്മോർട്ടം ഒക്കെ എളുപ്പം നടത്തിയല്ലോ, ഇതിപ്പോ എന്തോ ചെയ്യും? ഏതായാലും ഇന്നിന് നമ്മൾ കാണാൻ പോകുന്നില്ല, കുറച്ച് പണിയുണ്ട്. പോത്തില്ലേ തോമാച്ചനെ കാണാൻ? പിന്നെ ഇന്നിന് ഞാൻ എങ്ങും പോകുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് ആ കളി കാണും. ഏത് കളി? ഏപ്രിൽ 18 എന്നെ കുരുക്കിയ തൃക്കാക്കര കളി. ഞാൻ ഡ്രസ് മാറിട്ട് വരാൻ പോവാണ്. പക്ഷെ ആ കളി ഇപ്പൊ തന്നെ കാണും. ഓയ്, എന്തു പറ്റി?
അന്ന് നീ സ്റ്റേജിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നല്ലോ. നീ വാ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? ആ എന്താ പിള്ളേ? അല്ല, അത് പെണ്ണുങ്ങളെ തമ്മിലുള്ള കാര്യമാ. അതിന് എന്നെ പറഞ്ഞയച്ചിരിക്കുക. എന്താ കാര്യം എന്ന് പറയൂ. അത് മുടി വളരാനേ നമ്മുടെ പെമ്പ്രന്നോത്തി ഏതാണ്ടൊക്കെ ഇട്ട് കാച്ചി അവള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാ. ഒരു ഇത്തിരി എണ്ണ ഉണ്ടാക്കി ഇവിടത്തെ കുഞ്ഞിനെന്ന് പറഞ്ഞ് തന്നയച്ചിരിക്കുക. കുഞ്ഞില്ലേ ഇവിടെ? ഉണ്ടുണ്ട്. ഏയ് ഇങ്ങോട്ട് വാ. എന്താ പിന്നെ നടക്കുമ്പോ ഒരു കിലുക്കം? അല്ല, ഒരു ഗുസ്തി കഴിഞ്ഞ മട്ടുണ്ടല്ലോ, ആകെ ഒന്ന് വേർത്ത്. അത് കോഴിപ്പിള്ളേ ഇവിടെ കുട്ടിക്കാലത്ത് കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ടേ. അത് മറന്നുപോയെന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് കളിച്ചു നോക്കിയതാ. ഒരു ഗുണവുമില്ല, എല്ലാം മറന്നു. ഈ എണ്ണ അങ്ങോട്ട് ഏൽപ്പിക്കുക. ഇത് മുടക്കാതെ തേച്ചോണം. അവള് പറയുന്നത് മുടി പനങ്കുല പോലെ അങ്ങോട്ട് വളരുമെന്നാ. ഗോപിപ്പിള്ള ഏതെണ്ണയാ പതിവായിട്ട് തലേ തേക്കുന്നത്? അയ്യോ, എന്റെ തല നോക്കി ഈ എണ്ണയുടെ മാറ്റി നിശ്ചയിക്കരുത്. എന്ന് പറഞ്ഞാ എന്റെ തലയിലെടുത്താണ്ടൊരു പരിവായതിനു ശേഷം അവളെന്നെ കെട്ടിയത്. അപ്പൊ ഞാൻ അങ്ങോട്ട് എന്താടേ സബ് ഇൻസ്പെക്ടറുടെ ഭാര്യയ്ക്ക് മുടി വളരാൻ എണ്ണ, ഇനി എന്തു വേണം? ഞാൻ കേട്ടാ മതിയടി. ആ ബെൽറ്റ് നേരിട്. ആ ബെൽറ്റ് ആ നില്ല നീ തന്നെ. ഓ എടി, നിന്റെ തന്ത ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടില്ലേടി? പിന്നെ എന്തിനാ നക്കാപ്പിച്ച വാങ്ങിക്കുന്നത്? ആ അത് അച്ഛന്റെ കാശ്. ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രത്യേക സുഖമല്ലേ? പിന്നെ കൊള്ളാം. ഞാനിനി എന്നും ഓരോ രൂപ വാങ്ങിക്കും. എല്ലാം പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കും. അതെന്തിനാടി? അത് ഈ വീട്ടിൽ നമ്മളെ കൂടാതെ ഇനി ഒരാൾ കൂടി വരില്ലേ? ഓ എന്ന്. ആ വരും വരും വരും. അപ്പൊ ആദ്യമായിട്ടൊരു ഉടുപ്പ് ഇതുകൊണ്ട് വാങ്ങിക്കും. എന്നാല് ഉടനെ നീ ഈ പൊടുപ്പൊന്നും വാങ്ങണ്ട. ആദ്യം നീ ചാട്ടവും ബഹളവും ഒക്കെ നിർത്തി ഒരു നല്ല ഭാര്യ എന്നിട്ട് ആലോചിക്കാം ആള് വേണോ വേണ്ടോ എന്നുള്ള കാര്യം. കൂട്ടാ, നമ്മൾ നുടക്കിയില്ലല്ലോടാ. എന്താ രാവിലെ അടിച്ചകത്ത് കയറിയോ? ഏതാ നിന്റെ സെക്ഷൻ? അറിയില്ല. ചേട്ടങ്ങനെ അറിയൂ. എന്താ റൈറ്റർ, എങ്ങനെയുണ്ട് അസുഖം? സർ, കുറവുണ്ടെന്നോ കൂടുതലാണെന്നോ? കുറവുണ്ട്. ആരാ കോഴിപ്പിള്ളേ നമ്മുടെ ലോക്കപ്പിൽ പുതിയൊരു കക്ഷി? അത് നമ്മുടെ മണ്ടൻ കേശവനാ. മണ്ടൻ കേശവനോ? ഇന്ന് 1-ാം തീയതി അല്ലേ സാറ്? 1-ാം തീയതി ലോക്കപ്പിൽ ഒരു പുള്ളിയെങ്കിലും ഇല്ലെങ്കിൽ അത് സ്റ്റേഷൻ ഒരു ഐശ്വര്യക്കടാ. അല്ല, ചാർജ് ഒന്നും ഇല്ലാതെ പിടിച്ച് അകത്താക്കാന്ന് വെച്ചാൽ? അതാ അവന്റെ ഒരു വേന്മ. എപ്പോ കയറി പിടിച്ചാലും ഒരു 3-4 കേസെങ്കിലും അവന്റെ കാണും. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പിന്നെ പറ്റിയ കേസുകളാ. അവനെ കൊണ്ടൊന്ന് വിളിക്കണം. സാറ് വിചാരിച്ചിട്ട് കാര്യമുള്ള കേസ് അല്ലത്. ഇവനൊക്കെ പോലീസോ കോടതിയോ വിചാരിച്ചാൽ പോലും നന്നാവുന്ന വകയിൽപ്പെട്ടതല്ല. നാണമില്ലെന്നേ. ഇവനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരുതരം ടൂറിസ്റ്റ് ബംഗ്ലാവ് പോലെ. ഇവനെ ഞാൻ ഗണപതിക്ക് കുറിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നല്ല രാശിയുള്ളവനാ. ഒരു ഗുണമുള്ളത്, ഏത് അർദ്ധരാത്രി എന്ന് അത്യാവശ്യത്തിന് വിളിച്ചാലും ശരി ഇങ്ങനെ പോരും. കൊതറുകയല്ല. പറഞ്ഞു തീർത്തില്ലേ ഇതേവരെ? വെറുതെ പോലീസ് സ്റ്റേഷനിൽ വരണം, പിന്നെ കോടതി പോകണം, ആകെ മെനക്കേടാവും.
നിങ്ങൾ അമ്മാവനും മരോനും അല്ലേ? പറഞ്ഞു തീർത്ത് ആരറിയാൻ പോകുന്നു? ആ തീർക്കുന്നതാ നല്ലത്. ആ എന്തോ വീട്ടിൽ അടുക്കള നേരിച്ചോ? ഓ പിന്നെ ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങി 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 ഇറങ്ങ ഇങ്ങോട്ട് ഇറങ്ങടി. ഞാൻ കാര്യം പറയട്ടെ. പോലീസ് സ്റ്റേഷൻ ആടി. അച്ഛൻ വന്നു. വരട്ടെ. അച്ഛൻ വന്നെന്ന്. വരട്ടടി. നീ എന്തുവാ ഈ പേടിപ്പിക്കുന്നേ? അച്ഛൻ എസ്റ്റേറ്റിൽ പോയതാ, ആ വഴി വന്നതാ. അതിനിപ്പോ എന്ത് വേണം? അച്ഛൻ പറഞ്ഞ ചേട്ടനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? കാറിൽ. എന്താ അതിനകത്ത് അച്ഛനിരിക്കാൻ സ്ഥലമില്ലായിരുന്നു? നേരെ ഇങ്ങോട്ട് വരായിരുന്നല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടി, യൂണിഫോം ഇട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്നതിനാണ് നിന്റെ ചേട്ടന് സർക്കാർ മാസാമാസം ശമ്പളം തരുന്നത്. അല്ല, ഞാൻ ഈ യൂണിഫോമിൽ തന്നെ വന്ന് നിന്റെ അച്ഛനെ കാണണം നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ അച്ഛൻ വല്ല കുറ്റകൃത്യവും ചെയ്തിരിക്കണം. അങ്ങനൊന്നുമില്ലല്ലോ. ഒന്ന് വാ ചേട്ടാ. മോളെ, നീ കൊച്ചു പെണ്ണ്, നിനക്കൊന്നും അറിഞ്ഞൂടാ. ഈ യൂണിഫോം എന്നൊക്കെ വെച്ചാൽ വലിയ വിലയുള്ള സാധനമല്ലേ. നിന്റെ അച്ഛനത് അറിഞ്ഞൂടാ. മോളിൽ ചെന്ന് അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ പോടി. ആളായതാ ഒരു വലിയ സബ് ഇൻസ്പെക്ടർ. ഞാൻ വിളിച്ച ഐജി വരുമല്ലോ ഇവിടെ. ചുമ്മാ വീട്ടിൽ കുത്തിരുന്ന് കറക്കിയാ മതി. പിന്നാണ് ഇട്ടാവട്ടത്തിൽ കറങ്ങുന്ന ഈ സബ് ഇൻസ്പെക്ടർ. അച്ഛാ, അത് ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എന്തോന്ന് ജോലിയടി? ഞാൻ വിളിച്ചാ വരണ്ടേ? വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്ക് അറിയാൻ മോളെ. അച്ഛൻ വിചാരിച്ചാലുണ്ടല്ലോ അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. പിന്നെ ഞാനത് ചെയ്യാത്തത് നിന്നെ ഓർത്തിട്ടാ. എല്ലാം എന്റെ തെറ്റാ. ഞാനൊന്ന് വഴങ്ങിയതുകൊണ്ടാ. മോളുടെ ഭർത്താവായി പോയില്ലേ? അച്ഛാ, ചേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച്. എന്തുദ്ദേശായാലും അയാൾ വരുമ്പോ പറഞ്ഞേരെ. അയാൾ വന്നില്ലെങ്കിലും അയാളുടെ തലതൊട്ടപ്പന്മാര് ഞാനിരിക്കുന്നിടത്ത് വരാറുണ്ടെന്നും എന്നെ വന്ന് കാണാറുണ്ടെന്നും. നീ പേടിക്കൊന്നും വേണ്ട മോളെ. ഞാൻ അയാൾക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും എനിക്കെന്റെ മോൾക്കപ്പുറം ചിന്തിക്കാൻ പറ്റൂ. അച്ഛാ, ഊണ് കഴിക്കാം. വേണ്ട മോളെ, ഉള്ളിൽ നിനക്കൊരു അന്തസ് വേണ്ടേ? എനിക്കിത്തിരി ചോറ് എന്റെ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഈ ഇൻസ്പെക്ടർ അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആ കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ മോൾ എന്നോട് ചോദിക്കണം. അയാൾ അറിയണ്ട ഒരു ഇൻസ്പെക്ടർക്ക് എന്തോ കിട്ടുമെന്ന് അച്ഛൻ അറിയാൻ മോളെ. ഇത് ഇത്തിരി കൂടുതലാ. ഞാൻ എപ്പോഴും ന്യായത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇപ്പൊ ശോഭനയുടെ അച്ഛൻ വരാൻ പറഞ്ഞെന്നും കരുതി തൊപ്പിയൊന്നും ധരിക്കാൻ പോകുന്നില്ലല്ലോ. ഒന്നും അല്ലെങ്കിലും നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോ സപ്പോർട്ട് ചെയ്ത ആളല്ലയോ? അപ്പൊ എന്താ വന്നാല് ഒന്ന് കണ്ടാല് ഉടനെ പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്, ഇൻസ്പെക്ടറാണ്. ഇതൊക്കെയാണെങ്കിൽ എന്റെ ഭർത്താവല്ലേ? വേറൊരു കാര്യമുണ്ട് ശോഭനെ, നമ്മൾ കുറച്ച് അവരെ മനസ്സിലാക്കണം. ഒരുപാട് ജോലിയുള്ള ആൾക്കാരല്ലേ. അവരെ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ. നമ്മൾ കൂടുതലും കാണുന്നത് വീട്ടിലെ മുഖമല്ലായോ. അപ്പൊ പാവങ്ങളാ, കൊച്ചു പിള്ളേരെ പോലെ. ഈ കൊമ്പും മീശയുള്ള ആൾക്കാര് രാത്രി കിടപ്പറയിൽ വന്ന് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് മട്ടി കിടക്കുന്നത് കാണുമ്പോ നമ്മുടെ മനസ്സങ്ങ് അലിഞ്ഞു പോകും. കള്ളന്മാരാ. ഇന്നിങ്ങോട്ട് വരട്ടെ. ഇന്ന് വരുമ്പോ ഷോപ്പിന് ഉടനെ അങ്ങോട്ട് പോകണ്ട. കുറച്ചു നേരം പോകാതിരുന്ന് നോക്കിക്കേ. ഇൻസ്പെക്ടർ സാർ ഇവിടെ കിടന്ന് റോന്ത് ചുറ്റും. ഞാൻ കാണിച്ചു തരാന്നേ. ആ എത്തിയല്ലോ. കേട്ടോ മാച്ചാ, സാധാരണഗതിയിൽ ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നാൽ നേരെ ഭാര്യയുടെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ കാണാനാണ് വരുന്നത്. എന്താ കാര്യം എന്നറിയോ? എനിക്കറിയാം എന്റെ തൊണ്ടി സാധനം എപ്പോഴും എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ ആണുങ്ങൾ എപ്പോഴും പുറത്തു പോകുന്നവരാ. അപ്പോഴേ സമയം പോകുന്ന അറിയത്തില്ല. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു രസം വേണ്ടായോ? തോമാച്ചോ, ഇന്ന് പ്രതിപക്ഷം ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അമ്മായി അച്ഛനെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവായിരുന്നില്ലേ? ഒന്നുമല്ലല്ലോ, ഒരു പ്രായമായ മനുഷ്യനല്ലേ. അയ്യോടി, 70-ാം വയസ്സിൽ മോട്ടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ, ഇല്ലോ മാച്ചാ? പിന്നെ എന്ന് കരുതി എനിക്ക് വരെ കാണുമ്പോ യൂണിഫോം ഇട്ട് എഴുന്നേറ്റിരിക്കാൻ പറ്റൂ? അപ്പോൾ തന്റെ ഭർത്താവ് ഒരു ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം ഭാര്യ മനസ്സിലാക്കണം. അതാണ് ഭാര്യ. അല്ല, ഈ ഭാര്യ എന്നൊക്കെ വെച്ചാൽ എന്താണോ മാച്ചാ? എന്നാ ഞാൻ പോയി ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വരാം. അല്ല തോമജോ, ഇവനെ എങ്ങനെയാ ഒന്ന് കൈകാര്യം ചെയ്യുന്നത്? ഏതാ എന്റെ സെക്ഷൻ? സെക്ഷൻ കുമ്പസാരം തന്നെ. ശരി, എന്നാ ഞാൻ പോയെന്ന് കുമ്പസരിച്ച് വെച്ചും വരാം. ഇൻസ്പെക്ടർ സാർ ഒന്ന് സുല്ല് പാടും. ഞാൻ ശോഭനയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എത്ര വിളിച്ചാലും മുകളിലോട്ട് പോവരുതെന്ന്. നീ എന്നത്തിന് അങ്ങനൊക്കെ പറയാൻ പോയി? ആ പെണ്ണുങ്ങൾക്ക് ഒരു വില വേണ്ടായോ?
അപ്പോഴേ ഇത് നമ്മുടെ വീടല്ല. പോണം, കുളിക്കണം. ഇന്ന് എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ദേ, ഞാൻ തൊപ്പിയൊക്കെ അങ്ങ് ഊരിക്കളഞ്ഞു. ഇപ്പൊ നീ മുമ്പ് കണ്ട ഗമയൊന്നുമില്ല. ഇല്ല, ഞാൻ വരുന്നില്ല അങ്ങോട്ട്. തോമാച്ചോ, കുമ്പസരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവൾ വരുന്നില്ലെന്നാ പറയുന്നത്. ഇവിടെ ഇല്ലാതെ ഞാൻ മോളോട് എന്ത് കാര്യം? അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ അങ്ങ് കഴിഞ്ഞോളാം. രാമേ, വിരോധത്തിൽ ഒരു കയ്യിൽ ഇഞ്ഞു കൊടുത്തയച്ചാണ്. ഇപ്പൊ എന്തായടി, പെണ്ണുങ്ങളുടെ വില എവിടെ പോയി? എടി, ഞങ്ങൾ ആണുങ്ങൾ പകല് പല അടവുകളും കാണിക്കും. പക്ഷെ രാത്രിയായ ഞാൻ കുറങ്ങാനൊരു കൂട്ട് വേണം. അതിനെ ഞങ്ങൾ എങ്ങനെ വേണേ വളയും. അതിന് പാകത്തിനാ ദൈവം ഞങ്ങളുടെ നട്ടല് സൃഷ്ടിച്ചിരിക്കുന്നു. നീ ചെല്ല്, ലുങ്കി എടുത്തോട്. പോ പോ പോ. ചീപ്പോടെ എടി, നിന്നോട് വെച്ചാൽ സ്റ്റേഷനിൽ പോകാൻ സമയമായിരുന്നു. വലിയ ഉപകാരം. ചീപ്പ് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഈ ഒന്നും പറഞ്ഞോടല്ലോ, പറഞ്ഞാ ഉടനെ അങ്ങ്. അത് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഈ പിണക്കൊക്കെ ഒരു ഭംഗിയാണ്. ഇത് രാവിലെ എണീറ്റാ വൈകുന്നേരം ഉറങ്ങുന്നവരെ ഈ മോന്ത ഇങ്ങനെ വലിച്ചിട്ട് നിർത്തിയാല് ആരും ഇഷ്ടപ്പെടുത്തില്ല. അവനങ്ങ് സഹിച്ചു വിടുക. ഒറ്റ മോളെ ഉള്ളൂ എന്ന് പറഞ്ഞ പോക്കറ്റിലിട്ട് വളർത്തിയാല് പിന്നെ കെട്ടുന്നവനടി പാട്. എന്റെ ബെസ്റ്റോടെ, എന്റെ ബെസ്റ്റോടെയാണ്. എനിക്കെങ്ങനെ അറിയാം? ഞാൻ താഴെ പോയി ആയമെടുത്ത് ചോദിക്കാടി എന്റെ ബെസ്റ്റോടെ. ഓ, അത്രക്കുള്ള സ്ഥാനമല്ലേ എനിക്കുള്ളൂ. അയ്യോ കഷ്ടം. എടി, ഇതിനകത്തൊരു ഡെഡ് ബോഡി പോയാൽ തിരിച്ചറിയാൻ പറ്റത്തില്ലോടി. എന്നാ കാര്യം ഉണ്ടാക്കി ചെയ്യുന്നത്? എന്നാ ഇത്? അത് മൂട്ടാ കൊല്ലാനാ. ആ, മൂട്ടേ. എന്താടി, എന്തായിരുന്നു? എന്തിനാ കരയാണെന്ന്? ഇവിടെ ബന്ധുണ്ടേ? അച്ഛൻ ആ, ഇന്നലെ വാങ്ങിച്ചോണ്ടെന്ന മിഠായി. ഓ, എന്ന് ഒരു സാധനം എടുത്ത് സ്വാതന്ത്ര്യമായിട്ട് എറിയുന്നതിന് മുമ്പ് എന്തെല്ലാം ആലോചിക്കണം എന്റെ ദൈവമേ. നീ കരയേണ്ട ആവശ്യം എന്തുവാ? ഞാൻ അറിഞ്ഞ മിഠായി അല്ലേ, നിന്റെ അച്ഛനല്ലല്ലോ. ഓ, മിഠായി എല്ലാം കൂടെ കഴിച്ച് വളരാൻ പറ്റിയ ഒരു പ്രായം.